ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലൊവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല, നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലയ്ക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ്പ് വെർദെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ എവിയനിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, UK എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും UAE പ്രസിഡന്റുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13ാം തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലൊവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. സ്ലൊവാക്യയിലെ ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഊഷ്മളമായി തുടരാൻ ഇത് പ്രചോദനമാകട്ടെയെന്നും പ്രധാനമന്ത്രി പ്രത്യാശിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലൊവാക്ക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായങ്ങൾക്കുൾപ്പെടെ ഇത് ഗതിവേഗം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. डिजिटल टेक्नोलॉजी पर आज किए गए MOU इसे डिजिटल पब्लिक इंफ्रास्ट्रक्चर में सहयोग की नई संभावनाएं बनेगी. इससे ज्वाइंट डेवलपमेंट, ज्वाइंट प्रोडक्शन और डिफेंस इंडस्ट्रीज के बीच सहयोग को नई गति मिलेगी. സമസ്ത മേഖലകളിലും ഇന്ത്യ മാതൃകാപരമായി മുന്നേറുകയാണെന്ന് സ്ലൊവാക്ക് പ്രധാനമന്ത്രി റോബർട്ട് ഫീക്കോ പ്രതികരിച്ചു. I congratulate you to the results which you have achieved. It's the field of digitalization and the use of artificial intelligence. You've come so far that you're ahead of many other advanced countries in different parts of the world. ഇന്ത്യ സ്ലൊവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തൊഴിൽ, കുടിയേറ്റം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പ്രതിരോധം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം ശക്തമാക്കാനുള്ള കരാറുകളിലും ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലൊവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. ഇന്ത്യ സ്ലൊവാക്ക് ബന്ധങ്ങളിൽ ശക്തമായ വളർച്ചയ്ക്ക് വഴി തുറക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള നിരവധി തീരുമാനങ്ങളാണ് ഇന്നലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ 11 സുപ്രധാന ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചിരുന്നു. പ്രതിരോധം, സിവിക് ന്യൂക്ലിയർ, വിനോദസഞ്ചാരം, ക്വാണ്ടം കമ്മ്യൂണിക്കേഷനും AI ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതികവിദ്യ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇത് വഴിയൊരുക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ കോഴിക്കോട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി M, കണ്ണൂർ സ്വദേശി ദേവിക K എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. യൂത്ത് പാർലമെന്റ് മത്സര ജേതാക്കൾക്കുള്ള അവാർഡുകൾ സമാപന ദിനമായ നാളെ സമ്മാനിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന ഈ സംവിധാനം 15 ദിവസം ലഭ്യമാകും. se.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, ചീഫ് സെക്രട്ടറി A ജയതിലക് എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. 2026 സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷാഫലം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. 13,000-ലധികം ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റായ upsc.gov.in വഴി പരീക്ഷാഫലം പരിശോധിക്കാവുന്നതാണ്.
നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. വിദ്യാർത്ഥികളുടെ സൌകര്യം, സുരക്ഷാ ക്രമീകരണങ്ങൾ, പരീക്ഷാ നടത്തിപ്പിന്റെ സുതാര്യത എന്നിവയ്ക്ക് പ്രത്യേക മുൻഗണന നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ഏജൻസികൾക്കും നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം സ്വീകരിച്ചത്. ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് നൽകിയത്. കര അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനായി ഫലപ്രദമായ വിദേശ നയവും രാജ്യം പിന്തുടരുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ 4 മാസത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ തുടരുന്നു. വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ സമാധാന കരാർ ഒപ്പുവയ്ക്കാനിരിക്കെ ഒരു കരട് ചട്ടക്കൂട് സംബന്ധിച്ച് അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. കരാർ ഒപ്പുവച്ചതിനു ശേഷം വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സമവായ നീക്കത്തെ സ്വാഗതം ചെയ്ത ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അന്തിമ കരാർ പൂർത്തിയായിട്ടില്ലെന്ന് എടുത്തു പറഞ്ഞു. ലെബനനിലെ സമാധാനം ഒത്തുതീർപ്പിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോടും കണ്ണൂരും 2 കുട്ടികൾക്ക് വീതം ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് കണ്ണൂരിൽ ഇന്ന് അടിയന്തര യോഗം ചേരും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 4ഉം 8ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. രോഗത്തിന്റെ ഉറവിടം ആരോഗ്യവകുപ്പ് അന്വേഷിച്ചു വരികയാണ്. ശുദ്ധമല്ലാത്ത കുടിവെള്ളം, ഭക്ഷണം, ശുചിത്വമില്ലാത്ത കൈകൾ എന്നിവയിലൂടെയാണ് ഷിഗല്ല പകരുന്നതെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KC സച്ചിൻ അറിയിച്ചു. സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ വ്യക്തമാക്കി. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റത്തിൽ മിന്നും പ്രകടനവുമായി ദ്വീപ് രാജ്യമായ കേപ്പ് വെർഡെ. മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചാണ് കേപ്പ് വെർഡെ ശക്തമായ സാന്നിധ്യം അറിയിച്ചത്. ഇന്ന് നടന്ന ബെൽജിയം, ഈജിപ്റ്റ്, സൗദി അറേബ്യ, യുറുഗ്വേ മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലൻഡ് മത്സരം പുരോഗമിക്കുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21-നാണ് യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. എറണാകുളം പര്യത്തുകാവ് ഭൂമി തർക്കത്തിന് പരിഹാരം. മന്ത്രി റോജി M. ജോണിന്റെ സാന്നിധ്യത്തിൽ ഇരുവിഭാഗങ്ങളും ഇന്നലെ സമ്മതപത്രത്തിൽ ഒപ്പുവച്ചു. പര്യത്തുകാവ് നിവാസികളായ 7 കുടുംബങ്ങൾക്ക് നിലവിലുള്ള വസ്തുവിനോട് ചേർന്ന് 5 സെന്റ് വീതം വിട്ടുനൽകാൻ ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലൊവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027ന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല, നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലയ്ക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ്പ് വെർഡെ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.